BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കൂറ്റൻ മഴമരം ഇക്കുറി ഏത് നിറത്തിലായിരിക്കും പ്രകാശിക്കുക എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ക്രിസ്മസ് ദിനസന്ധ്യയിൽ വേളി മൈതാനത്ത് തടിച്ചുകൂടിയ ആയിരങ്ങളുടെ മനസ്സിൽ. കൗണ്ട്ഡൗൺ അവസാനിച്ചതോടെ ആളുകൾ ആരവം മുഴക്കി. നീല നിറത്തിൽ ക്രിസ്മസ് മരം പൂത്തുലഞ്ഞതോടെ ആയിരക്കണക്കിന് മൊബൈൽ ഫോണുകൾ ആ ചിത്രം ഒപ്പിയെടുത്തു. അമിട്ടുകൾ ആകാശത്ത് വർണ്ണക്കുട തീർത്തു. ശിങ്കാരിമേളത്തിനൊപ്പം യുവാക്കൾ ചുവടുവെച്ചു. നൈറ്റ്സ് യുണൈറ്റഡ് എന്ന യുവാക്കളുടെ കൂട്ടായ്മ തുടർച്ചയായി 25ാമത് വർഷമാണ് മരം അണിയിച്ചൊരുക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് മരത്തെ ക്രിസ്മസ് ട്രീയായി ഒരുക്കിയെടുത്തത്. 1500 സീരിയൽ സെറ്റുകൾ, 100 ബോളുകൾ, 100 മണികൾ, 100 നക്ഷത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് അലങ്കാരം. സീരിയൽ സെറ്റുകളുടെ വാടക മാത്രം 2 ലക്ഷത്തിലേറെ രൂപ വരും. ലൈറ്റുകൾ തെളിയിക്കുന്നതിനുള്ള ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ദിവസവും 5000 രൂപയുടെ ഡീസൽ വേണ്ടിവരും. രാത്രി 1 മണി വരെയാണ് മരം പ്രകാശിച്ചു നിൽക്കുക. പുതുവത്സര തലേന്ന് നേരം പുലരും വരെയും ജനുവരി 1 വരെയാണ് ക്രിസ്മസ് മരത്തിൽ വിളക്കുകൾ തെളിയിക്കുക. കൊച്ചി രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ സ്വിച്ച് ഓൺ ചെയ്തു. പ്രസിഡന്റ് PS സനോജ് അധ്യക്ഷത വഹിച്ചു. KJ മാക്സി MLA മുഖ്യ അതിഥിയായി. നഗരസഭാ ഡെപ്യൂട്ടി മേയർ KA അൻസിയ, കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ്, സെക്രട്ടറി TR സുരാജ്, കൺവീനർ MS മനീഷ് എന്നിവർ പങ്കെടുത്തു. ഗതാഗതക്കുരുക്കൊഴിയാതെ അങ്കമാലി. ഒരാഴ്ചയായി തുടരുന്ന ഗതാഗതക്കുരുക്കിന് ഇന്നലെയും യാതൊരു ശമനവുമില്ല. പല പ്രധാന ജംഗ്ഷനുകളിലും ഇന്നലെ ട്രാഫിക് നിയന്ത്രണത്തിന് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. പല സമയങ്ങളിലും വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയിലൂടെയും MC റോഡിലൂടെയും കടന്നു പോകുന്ന യാത്രക്കാർ ഗതാഗതക്കുരുക്കിൽ വലിഞ്ഞു. ക്രിസ്മസ് അവധി കഴിഞ്ഞ് മടങ്ങുന്ന യാത്രക്കാരുടെയും പുതുവത്സരാഘോഷങ്ങളുടെയും തിരക്കിൽ വരും ദിവസങ്ങളിൽ വൻ ഗതാഗതക്കുരുക്കുണ്ടാകും. വാഹനങ്ങൾ തിരിച്ചുവിടാൻ മറ്റ് വഴികളില്ലാത്തത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആംബുലൻസും ഫയർ എഞ്ചിനുമൊക്കെ ഏറെ നേരം വഴിയിൽ കാത്തു കിടക്കേണ്ട അവസ്ഥയാണുള്ളത്. കൊച്ചിൻ ഫ്ലവർ ഷോയിൽ വിസ്മയമായി ശില്പങ്ങൾക്കൊപ്പം കുഞ്ഞൻ ബോൺസായിയും അക്വേറിയവും. ബോൺസായി മരങ്ങൾക്കൊപ്പം അതിന് ചേരുന്ന വിധത്തിൽ ശില്പങ്ങൾ ക്രമീകരിച്ച് വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് ഇത്തവണ. തൃശൂർ ചേർപ്പ് സ്വദേശിയായ ദീപക് ജോൺ എന്ന കലാകാരനാണ് മനുഷ്യനും പ്രകൃതിയും കലയും ഇഴുകിച്ചേരുന്ന ബോൺസായിക്കുള്ളിലെ കലാസൃഷ്ടിക്ക് പിന്നിൽ. ഊഞ്ഞാലിലാടുന്ന കൃഷ്ണൻ, ട്രീ ഹൗസ്, ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, ശിവലിംഗം തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള ബോൺസായികളുമുണ്ട്. ജനുവരി 1 വരെ നടക്കുന്ന കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന ഫീസ്. 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഷോ സന്ദർശിക്കുന്ന ആദ്യത്തെ 300 പേർക്ക് ഇൻഡിഗോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ് സൗജന്യമായി പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നുവെന്ന നടിയുടെ പരാതിയിൽ നടന്മാർക്കെതിരെ കേസെടുത്ത് കൊച്ചി പോലീസ്. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഒരാൾ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. കേസ് നിലവിൽ കൊച്ചി തൃക്കാക്കര പോലീസിന് കൈമാറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ സീരിയൽ നടിയുടെ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം. നേരത്തെ ഹേമ കമ്മിറ്റി മുൻപിൽ നടി മൊഴി നൽകിയിരുന്നു. മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെ തെരഞ്ഞെടുപ്പ് ഭരണസമിതി തീരുമാനിച്ചറിയിച്ച ജനുവരി 20 തന്നെ നടത്താൻ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനമിറക്കി. മേഖലാ യൂണിയൻ ഭരണസമിതി കാലാവധി തീർന്ന ജനുവരി 20 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ തുടർന്നാണ് വിജ്ഞാപനമിറക്കിയത്. സെപ്റ്റംബർ 28 നടന്ന എറണാകുളം മേഖലാ യൂണിയന്റെ വാർഷിക പൊതുയോഗം മേഖലാ യൂണിയന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്താനായി അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും പല തടസ്സങ്ങളും ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ക്ഷീരവികസന ഡയറക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശുപാർശ ചെയ്തിരുന്നില്ല. തുടർന്ന് മേഖലാ യൂണിയൻ ഭരണസമിതി അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം മുഖേന ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 3 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും കാലതാമസമുണ്ടാകാനുള്ള ശ്രമം മനസ്സിലാക്കിയ മേഖലാ യൂണിയൻ ഹൈക്കോടതിയെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താനുള്ള നീക്കം ജനാധിപത്യത്തോടും സഹകരണ പ്രസ്ഥാനത്തോടുമുള്ള വെല്ലുവിളിയായിരുന്നുവെന്നും ഇതിനെ നിയമ സംവിധാനങ്ങളുടെയും സംഘം പ്രസിഡന്റുമാരുടെയും പിന്തുണയോടെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മേഖലാ യൂണിയൻ ചെയർമാൻ MT ജയൻ പറഞ്ഞു.
ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കിടെ നഗരത്തിൽ ശുദ്ധജല പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഇടയ്ക്കിടെ ശുദ്ധജല പൈപ്പുകൾ പൊട്ടുന്നതും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമാണ് ജലക്ഷാമത്തിന് കാരണം. വടുതല, പച്ചാളം, എളമക്കര, ചിറ്റൂർ, കടവന്ത്ര തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ശുദ്ധജല പ്രശ്നം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം തമ്മനം മേഖലയിൽ 2 ഇടത്താണ് പൈപ്പ് പൊട്ടിയത്. ഇതുമൂലം നഗരത്തിലെ പല ഭാഗങ്ങളിലും ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിരുന്നു. കടവന്ത്ര മേഖലയിലെ ശുദ്ധജല പ്രശ്നം ചൂണ്ടിക്കാട്ടി കൗൺസിലർ സുജാ ലോനപ്പന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇന്നലെ പള്ളിമുക്ക് വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. പല സ്ഥലത്തും വെള്ളം കിട്ടുന്നില്ലെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൈപ്പിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ശുദ്ധജല വിതരണം തടസ്സപ്പെടുന്നതും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കൗൺസിലർ അറിയിച്ചു. പ്രശ്നം പരിഹരിച്ചതോടെ വെള്ളം വീണ്ടും ലഭ്യമായി തുടങ്ങിയെന്നും കൗൺസിലർ അറിയിച്ചു. നഗരത്തിലെ ശുദ്ധജല പ്രശ്നങ്ങളിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് TJ വിനോദ് MLA മന്ത്രി റോഷി അഗസ്റ്റിന് കത്തയച്ചു. ആലുവയിൽ നിന്നുള്ള പ്രധാന ജലവിതരണ പൈപ്പ് ലൈൻ ശൃംഖലയിൽ തുടർച്ചയായി ഉണ്ടാവുന്ന തകരാറുകളാണ് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജലവിതരണം തടസ്സപ്പെടാനുള്ള കാരണമെന്നാണ് അറിയുന്നത്. അടുത്തിടെ മാത്രം 3 തവണയാണ് നഗരത്തിൽ കൊച്ചി നഗരമേഖലയിലേക്കുള്ള പ്രധാന പമ്പിംഗ് ലൈനിൽ തടസ്സമുണ്ടായത്. പൂക്കോട്ടുപടിയിലെ പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കാനായി ആലുവ കൊച്ചി പൈപ്പ് ലൈനിലെ പമ്പിംഗ് ഒരു ദിവസം പൂർണ്ണമായും നിർത്തിവെച്ചിരുന്നു. 17-ന് തമ്മനത്ത് പൈപ്പ് പൊട്ടി, 21-ന് പലാരിവട്ടം വൈറ്റ്ല റോഡിൽ പള്ളിനടയിൽ പൈപ്പ് പൊട്ടി. ഇതുമൂലം താറുമാറായ ജലവിതരണം കാരണം രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും TJ വിനോദ് MLA പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.